മരിയ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായി മാറുകയായിരുന്നു പാലാ സെന്റ് മേരീസ് GHSS സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ മരിയൻ റാലി. മരിയ സ്തുതികൾ ആലപിച്ചും ഈർക്കിളിപ്പൂക്കൾ കൈലേന്തിയും അവർ പാലയെ മുഴുവൻ ഭക്തിസാന്ദ്രമാക്കി. സ്കൂളിൽ നിന്നും ജൂബിലി കപ്പേളയിലേക്കായിരുന്നു മരിയൻ റാലി. പാലയെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള ഒരു കാഴ്ചയല്ല. 1935 മുതൽ പാലാ സെന്റ് മേരീസ് GHSS സ്കൂളിന്റെ ഒരു പാരമ്പര്യം എന്ന് തന്നെ വേണമെങ്കിൽ ഈ മരിയൻ റാലിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനും ശേഷമാണ് ഈ മരിയൻ റാലി സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് നടത്തുന്നതെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിസിയു ഷെക്കിന ന്യൂസിനോട് വെളിപ്പെടുത്തി. പാലാ സെന്റ് മേരീസിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 8 ഏറ്റവും പുണ്യപ്പെട്ട ദിനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി പങ്കെടുക്കുന്ന ഒരു റാലിയാണ് നമ്മുടെ മരിയൻ റാലി. ഈർക്കിളി പൂക്കളോടെ കുട്ടികൾ നിർമ്മിച്ച് നീലയും വെള്ളയും യൂണിഫോം ധരിച്ച് അങ്ങനെ വളരെ ജപമാല പ്രാർത്ഥനകൾ മരിയൻ ഗീതങ്ങളും ആലപിച്ചാണ് ഈ ജപമാല പ്രദക്ഷിണം മരിയൻ റാലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റാലി നടത്തുന്നത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് സൊഡാലിറ്റി പ്രാർത്ഥനകൾ നമ്മുടെ മടൻ ചാപ്പലിൽ കയറി ഉച്ച സമയത്ത് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ഒരുങ്ങിയാണ് കുട്ടികൾ ഇതിനൊരുങ്ങുന്നത്. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും പ്രത്യേകമായിട്ട് ഇവർക്ക് പ്രാർത്ഥനകൾ കൂടുതൽ ചൊല്ലാൻ ഈ റാലിക്കായിട്ട് ഒരുങ്ങും. ഡിസംബർ 8 ഈ റാലി നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മൾ എല്ലാ കത്തോലിക്ക കുട്ടികളെയും കുമ്പസാരിപ്പിച്ച് ഒരുക്കും. അതുപോലെ അന്നത്തെ കുർബാനയിൽ സൊഡാലിറ്റിയിൽ പുതിയതായിട്ട് ചേരുന്ന കുട്ടികൾക്ക് അംഗത്വം നൽകി പ്രത്യേക മെഡൽ നൽകി പ്രാർത്ഥിച്ച് അവരെ വ്രത വാഗ്ദാനം ചെയ്യിപ്പിച്ച് പ്രതിജ്ഞകൾ എടുപ്പിച്ചാണ് റാലിക്ക് ഒരുങ്ങുന്നത്. അങ്ങനെ എല്ലാ കുട്ടികളും വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി തന്നെയാണ് ഈ റാലിയിൽ നമ്മൾ പങ്കെടുക്കുക. രൂപങ്ങളെല്ലാം വഹിക്കാനായിട്ട് പ്രത്യേകം കുറിയിട്ടാണ് തിരഞ്ഞെടുക്കുക. പ്രദക്ഷിണം ആരംഭിക്കുമ്പോൾ സെൻറ്റ് മേരീസിൻ്റെ കവാടത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പതാകയുണ്ടാകും, സ്കൂളിൻ്റെ മരിയൻ റാലിയുടെ സൊഡാലിറ്റിയുടെ ഫ്ലാഗ് ഉണ്ടാകും, സ്കൂളിൻ്റെ ബാനറുണ്ടാകും, മുത്തുകുടകൾ, പിന്നെ പ്രത്യേകിച്ച് തിരിക്കാലുകൾ വഹിക്കുന്നത്. ഇതെല്ലാം കുട്ടികളുടെ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിക്കാനായിട്ട് 17 പേരെ പ്രത്യേകം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക, കുറിയിട്ടെടുക്കും. ഇതൊക്കെ കിട്ടുന്ന കുട്ടികൾക്ക് വളരെ ആവേശമാണ്. 2 രീതിയിലാണ് കുട്ടികൾ രൂപം പിടിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് സ്കൂളിൽ നിന്ന് രൂപം വഹിക്കുന്നത്. ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ +2 കുട്ടികൾ ഈ രൂപം കൈമാറുന്നു. ഈ രൂപം പ്രദക്ഷിണമായിട്ട് ജൂബിലി കപ്പേളയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. ആ സമയത്ത് കുട്ടികൾ തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈർക്കിളി പൂക്കൾ വീശി മാതാവിന് അഭിവാദനം അർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഏവരെയും ഉൾപ്പുളകം കൊള്ളിക്കുന്നതാണ്. അവിടെ നിന്ന് പ്രതിഷ്ഠാജപം ചൊല്ലി ഗീതങ്ങൾ ആലപിച്ച് വികാരിയച്ഛൻ ആശീർവദിച്ച് വെഞ്ചരിച്ച് രൂപം ടീച്ചേഴ്സാണ് പിന്നീട് എടുക്കുന്നത്. മാതാവിൻ്റെ തിരുസ്വരൂപം കപ്പേളയിൽ നിന്ന് സ്കൂളിലേക്ക് സംവഹിക്കുകയാണ് ചെയ്യുന്നത്. 1300ഓളം കുട്ടികളും അധ്യാപകരുമാണ് മരിയൻ റാലിയിൽ അണിനിരുന്നത്. ജൂബിലി കപ്പേളയിലേക്ക് മരിയ ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് മരിയൻ റാലി നടത്തിയും വിമലഹൃദയ പ്രതിഷ്ഠാ ജപം ചൊല്ലിയും മാതാവിന്റെ അമനോത്ഭവ തിരുനാൾ ഭക്തിയോടെ ആഘോഷിക്കുകയായിരുന്നു പാലാ സെന്റ് മേരീസ് GHSS സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഷെക്കിന ന്യൂസ്, കോട്ടയം.